നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. കുന്നംകുളം ഹെർബർട്ട് റോഡിലെ ബസ് ടെർമിനലിലേക്ക് പുതിയ വഴി നിർമ്മിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. കോൺഗ്രസ് കൗൺസിലർമാരുടെ ബഹളത്തിനിടെ യോഗം പിരിച്ചുവിട്ടു. ഹെർബർട്ട് റോഡിലെ ഫുട്പാത്തിനോട് ചേർന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്തുനിന്ന് കാൽനടയാത്രക്കാർക്ക് പ്രവേശിക്കുന്നതിന് 2 മീറ്റർ വീതിയിൽ ചവിട്ടുപടികൾ സ്ഥാപിക്കുന്നതിനും ബാക്കിയുള്ള ഭാഗത്ത് 30 മീറ്റർ നീളത്തിൽ മതിൽ നിർമ്മിച്ച് അപകടം ഒഴിവാക്കുന്നതിനുമാണ് അജണ്ടയിലുണ്ടായിരുന്നത്. ഇതിന് 1.5 ലക്ഷം രൂപയുടെ അടങ്കലും തയ്യാറാക്കിയിരുന്നു. എന്നാൽ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് 4 മീറ്റർ വീതിയിൽ റാമ്പും 6 മീറ്റർ വീതിയിൽ ചവിട്ടുപടികളുമാണ് നിർമ്മിക്കേണ്ടതെന്നും അവിടെയുള്ള നഗരസഭയുടെ സ്ഥലം പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റണമെന്നും PM സുരേഷ് ആവശ്യപ്പെട്ടു. T സോമശേഖരനും ഇതിനെ പിന്തുണച്ചു. ബസ് ടെർമിനലിന് സമീപം നിർമ്മിക്കുന്ന ഷോപ്പിംഗ് മാളിലേക്ക് വഴിയൊരുക്കുന്നതിനാണ് പുതിയ നിർദ്ദേശമെന്നും ഇത് വികസനത്തിന്റെ ഭാഗമല്ലെന്നും കോൺഗ്രസ് അംഗം ബിജു സി ബേബി പറഞ്ഞു. വേണ്ടപ്പെട്ടവർക്ക് മാത്രമായി വഴി തുറന്നുകൊടുക്കുന്നതിനെ BJP അംഗം KK മുരളിയും എതിർത്തു. 2 രീതിയിൽ നിർദ്ദേശങ്ങൾ വന്നതോടെ ചെയർപേഴ്സൺ വോട്ടിനിടാൻ തീരുമാനിച്ചു. അജണ്ടയിലെ നിർദ്ദേശങ്ങളാണ് വോട്ടിനിടേണ്ടതെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ഇതിന് അനുവദിക്കാതെ അടുത്ത അജണ്ടയിലേക്ക് കടന്നതോടെ ബഹളമായി. ബൈജു റോഡിൽ ഡീറ്റെയിൽ ടൗൺ പ്ലാൻ സ്കീമിൽ ഉൾപ്പെട്ട 38 സെന്റ് സ്ഥലം STP സ്ഥാപിക്കുന്നതിന് ഏറ്റെടുക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. കക്ഷി നേതാക്കളുടെ യോഗത്തിൽ ഏകകണ്ഠമായാണ് ഇതിന് തീരുമാനമെടുത്തതെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. കാണിപ്പയ്യൂരിൽ സൈനിക യുദ്ധസ്മാരകം നിർമ്മിക്കുന്നതിന് സ്ഥലം അനുവദിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 69ാമത് തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് GHS കുന്നംകുളം സിന്തറ്റിക് ട്രാക്കിൽ ആരംഭിച്ചു. ജില്ലാ മീറ്റിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ EU രാജൻ അധ്യക്ഷത വഹിച്ചു. ഗുഡ്ഷപ്പേഡ് CMI സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ CMI, കുന്നംകുളം GHSS പ്രിൻസിപ്പൽ CI റസിയ, പ്രൊഫസർ മീന രഘുനാഥ്, പ്രൊഫസർ നാരായണ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 6 മുതൽ 9 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. ജില്ലയിലെ 90 ക്ലബ്ബുകളിൽ നിന്നും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമായി 1500 കായിക താരങ്ങൾ ജില്ലാ മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. മിനി, ജൂനിയർ, സീനിയർ മീറ്റുകളാണ് ചാമ്പ്യൻഷിപ്പിൽ നടക്കുന്നത്. മീറ്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മികച്ച കായിക താരങ്ങൾക്ക് ഓഗസ്റ്റ് 16 മുതൽ 19 വരെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ജൂനിയർ മീറ്റിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കും. ഓഗസ്റ്റ് 9 നടക്കുന്ന സമ്മാനദാന ചടങ്ങിൽ തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് MR സാംബശിവൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മഴ കനത്തു പെയ്യുമ്പോൾ തകർന്നു വീഴാറായ വീട്ടിൽ ഭയത്തോടെ കഴിയുകയാണ് പ്രായാധിക്യത്തിൽ കഴിയുന്ന സഹോദരിമാർ. വെള്ളർക്കാട് പാരിക്കുന്നിൽ ചുള്ളിവളപ്പിൽ ഓമനയും കാർത്തിയായനിയുമാണ് അധികൃതരുടെ അവഗണനയിൽ ദുരിതം പേറി കഴിയുന്നത്. കടങ്ങോട് പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് 75 വയസ്സുള്ള ഓമനയും 68 വയസ്സുള്ള കാർത്തിയായനിയും താമസിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തിൽ ഓമനയ്ക്ക് നടക്കാനും സ്വയം എഴുന്നേറ്റിരിക്കുവാനും കഴിയാത്ത അവസ്ഥയാണ്. രണ്ടുപേരും അവിവാഹിതരായതിനാൽ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത സാഹചര്യമാണ്. ഇവർ താമസിക്കുന്ന വീട് കാലപ്പഴക്കത്താൽ തകർന്ന് നിലം പൊത്താറായ സ്ഥിതിയിലാണുള്ളത്. അടുക്കള പൊട്ടി, പിന്നെ കിഴക്കേ ഭാഗം ആ സൈഡ് റൂം പൊട്ടി, അവിടെ ഓടൊക്കെ വീണു. ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാതെയായി. മേൽപ്പുരൊക്കെ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഓടൊക്കെ വീണു. എന്നിട്ട് ഞങ്ങൾ ടാർപ്പായ കെട്ടി 10 കൊല്ലായില്ലേ രമണി ഭരിച്ചു തുടങ്ങി. ഞാൻ നവകേരളയിൽ എഴുതി കൊടുത്തു, പിന്നെ ലൈഫിൽ എഴുതി കൊടുത്തു, ഒന്നും കിട്ടിയില്ലേക്ക്. മണ്ണിഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഓടുമേഞ്ഞ വീട് 10 വർഷമായി വാസയോഗ്യമല്ല. ചുമരുകൾ പല ഭാഗങ്ങളിലും വിണ്ടുപൊട്ടിയിട്ടുണ്ട്. മേൽക്കൂരയുടെ ഉത്തരങ്ങളും കഴുക്കോലുകളും പൊട്ടിയ നിലയിലാണ്. ഓടുകൾ പൊട്ടിയതിനാൽ ടാർപോളിനുപയോഗിച്ച് മേൽക്കൂര മൂടിയാണ് ചോർച്ച തടയുന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ വാർഡ് മെമ്പർ രമണി രാജനോടും ഗ്രാമസഭയിലും നിരന്തരം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും വീട് പുനർനിർമ്മാണത്തിന് പരിഗണിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു. എന്റെ വീട് വീണെന്ന് രമണിയോട് വിളിച്ചു പറഞ്ഞപ്പോ രമണി ഞാൻ ആശ്രയയില് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിനെ ആശ്രയയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ആശ്രയയിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവള് ഇതേവരെ അവള് വന്ന് നോക്കിയിട്ടുമില്ല, പിന്നെ വിളിച്ചു ചോദിച്ചിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും ഇവർ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ താമസയോഗ്യമായ വീടുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നിരസിക്കുന്നു എന്നാണ് പിന്നീട് മറുപടി ലഭിച്ചത്. പിന്നെ ഞാൻ നവകേരളയിൽ കൊടുത്തിട്ട് അവര് പറഞ്ഞു വന്ന് നോക്കിയിട്ട് കൂടിയില്ല. എന്നിട്ട് അവര് പറഞ്ഞു വാസയോഗ്യമായ വീടാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി. എന്നിട്ട്
ഗ്രാമസേവനെ കണ്ടപ്പോൾ ഗ്രാമസേവൻ പറഞ്ഞു വാസയോഗ്യമായ വീടാണ് എന്ന് പറഞ്ഞു നടക്കുന്നത്. വീട് കാണാതെയും അവസ്ഥകൾ മനസ്സിലാക്കാതെയുമാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയത്. ഒരു ദുരിതത്തിനായി കാത്തുനിൽക്കാതെ എത്രയും പെട്ടെന്ന് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു. 2 ആള്, ചേച്ചി ഞാൻ മാത്രമേ ഉള്ളൂ. 3 ആള് താമസിച്ചിരുന്നതിൽ ഒരു ചേച്ചി മരിച്ചുപോയി. ഇനിയിപ്പോ ഞങ്ങൾ 2 എണ്ണമുണ്ട്. കാട്ടകമ്പാൽ പഞ്ചായത്ത് പകൽ വീടിനോട് ചേർന്ന് നിർമ്മിച്ച പുതിയ ഹാളിന്റെ ഉദ്ഘാടനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിൻഡോ റെനി അധ്യക്ഷത വഹിച്ചു. ഹാളിലേക്ക് ആവശ്യമായ ഫർണിച്ചർ, പത്രം, പുസ്തകങ്ങൾ തുടങ്ങിയവയും സ്ഥിരമായി ഒരു കെയർ ടേക്കറെയും നിയമിക്കാൻ പദ്ധതിയുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, വാർഡ് മെമ്പർ പ്രമീള രാജൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജയശ്രീ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കോട്ടോൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ സൈറ്റ് TB ടെസ്റ്റ്, സ്പ്യൂട്ടം ടെസ്റ്റ്, ശൈലി സ്ക്രീനിംഗ്, പ്രഷർ, ഷുഗർ എന്നീ പരിശോധനകളും ഉണ്ടായിരുന്നു. 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്ത് രോഗനിർണയം നടത്തി. സംസ്ഥാനത്ത് എൻ്റെ ഭൂമി പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന ഡിജിറ്റൽ ലാൻഡ് സർവേ എളവള്ളിയിൽ ആരംഭിച്ചു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് സർവേ നടത്തുന്നത്. ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ നിർവഹിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ജനപ്രതിനിധികളായ ബിന്ദു പ്രദീപ്, TC മോഹനൻ, സീമ ഷാജു, ജീന അശോകൻ, ശ്രീബിത ഷാജി, തൃശൂർ റേഞ്ച് സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ M മണികണ്ഠൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളായ PA ഷൈൻ, CK രമേശ്, VC വിൻസെന്റ്, PK സുലൈമാൻ, PL ഡൊമിനി, ചാവക്കാട് ബൂരേക്ക് തഹസിൽദാർ CR ജാസൻ, എളവള്ളി വില്ലേജ് ഓഫീസർ TV ജോയ്സി, വടക്കാഞ്ചേരി സർവേ സൂപ്രണ്ട് EK സുധീർ, ഹെഡ് സർവേയർ PM ഹംസ, IEC കോർഡിനേറ്റർ P ഷൈനി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ആധുനിക സാങ്കേതിക വിദ്യകളും നൂതന സർവേ ഉപകരണങ്ങളും ഉപയോഗിച്ച് ബഹുജന പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഭൂവുടമകൾക്ക് സ്വന്തം ഭൂമിയുടെ കൃത്യമായ രേഖകൾ സർവേയുടെ ഭാഗമായി ലഭിക്കും. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ബ്രഹ്മകുളം, എളവള്ളി എന്നീ 2 വില്ലേജുകളാണ് നിലവിലുള്ളത്. ബ്രഹ്മകുളം വില്ലേജ് 2ാം ഘട്ടം സർവേയുടെ ഭാഗമായി ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. 3ാം ഘട്ടം സർവേ നടത്തുന്ന ചാവക്കാട് താലൂക്കിലെ 3 ജില്ലകളിൽ ഒന്നാണ് എളവള്ളി. കേരള കർഷക സംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ഭാഗമായുള്ള നടീൽ ഉത്സവം നടന്നു. എളവള്ളിയിൽ നടന്ന നടീൽ ഉത്സവം കേരള കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം ലതി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത്, ലോക്കൽ സെക്രട്ടറി PA ഷൈൻ, കർഷക സംഘം നേതാക്കളായ TN ലെനിൻ, ശ്രീകുമാർ വാഗ, TB സന്തോഷ്, MN രാധാകൃഷ്ണൻ, മോഹനൻ ആലിക്കൽ എന്നിവർ സംസാരിച്ചു. കൂർക്ക, പയർ, ഇഞ്ചി, മഞ്ഞൾ, മത്തൻ, കുമ്പളം, വെള്ളരി, വെണ്ട, തക്കാളി, വഴുതന, കേബേജ് തുടങ്ങിയവയാണ് സംയോജിത കൃഷിയുടെ ഭാഗമായി നടീൽ നടത്തിയിരിക്കുന്നത്. പാറന്നൂർ ചിറയുടെ നവീകരണം അന്തിമഘട്ടത്തിലേക്ക്. പാവങ്ങളുടെ വാഴച്ചാൽ എന്നറിയപ്പെടുന്ന ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂർ ചിറയിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനു വേണ്ടിയുള്ള സൗന്ദര്യവൽക്കരണ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി സഞ്ചാരികൾ എത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് പാറന്നൂർ ചിറ. പാറകളിൽ തട്ടി പതഞ്ഞൊഴുകുന്ന ചിറയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഒഴിവു ദിനങ്ങളിലും ഉത്സവാഘോഷ സമയങ്ങളിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്താറുള്ളത്. എന്നാൽ സഞ്ചാരികൾക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ചിറയുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തുന്നവർക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കഫ്റ്റീരിയ, ടോയ്ലറ്റ് എന്നിവ നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുത്തു. ഗാലറി, ടൈൽ വിരിച്ച നടപ്പാത, ചിറയുടെ ചോർച്ച തടയുന്നതിനുള്ള ലൈനിംഗ്, അലങ്കാര വിളക്കുകൾ, സംരക്ഷണത്തിനായുള്ള സ്റ്റീൽ ഹാൻഡ് റെയിൽ എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. നഗരസഞ്ചയിക പദ്ധതി വഴി പഞ്ചായത്തിന് ലഭിച്ച 1,50,00,000 രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതെന്ന് വാർഡ് അംഗവും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ജൂലറ്റ് വിനു പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പാറന്നൂർ ചിറയിലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് നടത്തിയത് നമ്മളവിടെ ഇവിടെ വരുന്ന ജനങ്ങളുടെ അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. നമുക്കവിടെ ഒരു കഫ്റ്റീരിയ വേണമെന്നും, അപ്പോൾ ഒരു കഫ്റ്റീരിയയും ഒരു MCF, ഒരു ടോയ്ലറ്റ് എന്നിവ നിർമ്മിച്ചു. അതിനുശേഷം തന്നെ നമുക്ക് പാറന്നൂർ ചിറയിലൊരു ഓപ്പൺ ജിമ്മ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ പാറന്നൂർ ചിറയിൽ 1,05,00,000 രൂപ
ഉപയോഗിച്ച് നമ്മുടെ പാർലറിലെ ചിറ സൗന്ദര്യവൽക്കരണവും അതിനോടൊപ്പം തന്നെ എല്ലാ ഭാഗങ്ങളിലും ഹാൻഡ് റെയിൽ വെക്കലും നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ വല്ലഭേട്ടൻ നമുക്കൊരു 18 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 18 ലക്ഷം രൂപ ഉപയോഗിച്ച് കുട്ടികൾക്കായുള്ള പാർക്കിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ജൂലറ്റ് കൂട്ടിച്ചേർത്തു. സൗന്ദര്യവൽക്കരണം പൂർത്തിയാകുന്നതോടെ പാറന്നൂർ ചിറയുടെ സൗന്ദര്യം നുകരാൻ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് ഭരണാധികാരികൾ. കേരള പ്രവാസി സംഘം കടവലൂർ നോർത്ത് മേഖലാ സമ്മേളനം നടത്തി. കൊരട്ടിക്കര വട്ടമാവ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഏരിയ കമ്മിറ്റി അംഗം NA മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം പ്രവാസി സംഘം തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PD അനിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ UV അനിൽ, മോഹൻദാസ് ഏലത്തൂർ, ഏരിയ കമ്മിറ്റി അംഗം അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ MR മൂനുട്ടി റിപ്പോർട്ടും PA റഫീഖ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി CI അനിൽ, സെക്രട്ടറിയായി PA റഫീഖ്, ട്രഷററായി NM വിൽസണെയും എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും തെരഞ്ഞെടുത്തു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിലടച്ച BJP സർക്കാരിന്റെ തെറ്റായ നയത്തിനെതിരെ LDF മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി. കണ്ടശാങ്കടവിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് NCP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ അധ്യക്ഷനായി. CPI മണ്ഡലം സെക്രട്ടറി VR മനോജ്, സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് കണിയമ്പറമ്പിൽ, RJD ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അജി ഫ്രാൻസിസ്, CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, NCP മണ്ഡലം പ്രസിഡന്റ് KS റജീബ് റഹ്മാൻ തുടങ്ങി വിവിധ കക്ഷി നേതാക്കൾ സംസാരിച്ചു. തുടർന്ന് പ്രതിഷേധ ജ്വാല തെളിയിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആശമാർക്ക് നൽകി വരുന്ന 10th മൊഡ്യൂൾ ട്രെയിനിംഗ് വടക്കേകാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് തലത്തിൽ നടത്തുന്ന ആദ്യ ബാച്ച് ട്രെയിനിങ്ങിൽ 42ഓളം ആശമാർ പങ്കെടുത്തു. 4 ഘട്ടങ്ങളിലായി 167 ആശമാർക്കാണ് പരിശീലനം നൽകുക. ഹെൽത്ത് സൂപ്പർവൈസർ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആശാ കോർഡിനേറ്റർ മിനി, സീനിയർ ക്ലർക്ക് സുധീർ, PRO ടിൻഡു എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ K സുജിത് നന്ദിയും പറഞ്ഞു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ അണ്ടർ ഗ്രാജുവേറ്റ് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്ത് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ J ഫരീദ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ രാത്തോഡ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിവിധ വകുപ്പുകളിലെ ബിരുദധാരികൾക്ക് സർട്ടിഫിക്കറ്റുകളും അവാർഡുകളും സമ്മാനിച്ചു. അൻസാർ ട്രസ്റ്റ് വൈസ് ചെയർമാൻ KV മുഹമ്മദ്, ട്രസ്റ്റ് സെക്രട്ടറി AE കുഞ്ഞഹമ്മദ്, അൻസാർ ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി, സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9340 രൂപ, പവന് 74,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 122 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.